പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡിയുടെ ആദ്യ എതിരാളി CM Punk ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ കാലം WWE കഴിഞ്ഞുവോ എന്നുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കുന്നത് അങ്കിൾ ഹൗഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ വീക്കിലി എപ്പിസോഡിൽ അങ്കിൾ ഹൗഡിയുടെ ഒരു QR കോഡ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള QR കോഡുകളും ഗ്ലിച്ചുകളും നമ്മളെ പുതിയ സ്റ്റോറി ലൈൻ്റെ വക്കിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ ഒരു QR കോഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്കിൾ ഹൗഡിയുടെ ഒരു തിരിച്ചുവരവ് ഉടനെ കാണാൻ സാധിക്കുമെന്നാണ്. അങ്കിൾ ഹൗഡി ഒറ്റയ്ക്കായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് റെസ്ലേഴ്സും ഉണ്ടായിരിക്കുമെന്നുള്ളതും അങ്കിൾ ഹൗഡിയുടെ ഈ ഒരു QR കോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ഹൗഡിയുടെ ആദ്യ എതിരാളി CM Punk ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കാരണം അവസാനമായി പങ്കുവച്ച ലേറ്റസ്റ്റ് QR കോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു വീഡിയോ WWEയുടെ പുതിയ ഇൻട്രോ വീഡിയോ ആണ്. ആ ഒരു ഇൻട്രോ വീഡിയോയിൽ CM Punkൻ്റെ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അങ്കിൾ ഹൗഡിയുടെ സിസ്റ്റർ എബിഗെയിൽ എന്ന ബ്രേവൈറ്റിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ CM Punkനെ മാത്രം അവിടെ ഒഴിവാക്കി അവിടെ സിസ്റ്റർ എബിഗെയിലിൻ്റെ ഒരു ഷേഡോ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യ എതിരാളിയായി അങ്കിൾ ഹൗഡി ചൂസ് ചെയ്തിട്ടുള്ളത് പങ്കിനെ ആണോ എന്നുള്ളൊരു സംശയം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ CM Punkും ബ്രേവൈറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ബ്രേവൈറ്റ് WWE ഓൺ സ്ക്രീനിൽ ആദ്യമായി അപ്പിയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നെക്സസിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഹസ്കി ഹാരിസ് എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ CM Punkും ബ്രേവൈറ്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അത് CM Punkനുള്ള ഒരു റിവെഞ്ച് എടുക്കുന്നതിൻ്റെ ഭാഗമായി അങ്കിൾ ഹൗഡി പിന്നീട് CM Punkനെ വന്ന് ഈ ഒരു തിരിച്ചുവരവിൽ ആദ്യം അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ പങ്കും അങ്കിൾ ഹൗഡിയും തമ്മിലുള്ള ഒരു സ്റ്റോറിക്ക് തുടക്കമാകുന്നു. എന്നാൽ പങ്കിനെതിരെ അങ്കിൾ ഹൗഡി ആദ്യ സ്റ്റോറി ചെയ്താൽ അത് അങ്കിൾ ഹൗഡി ക്യാരക്ടറിനെയോ വൈറ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷനെയോ പോസിറ്റീവായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടും കൊടുക്കില്ല. കാരണം CM Punk ഒരു ടോപ്പ് ലെവൽ റെസ്ലറാണ്. അദ്ദേഹം WWEയിൽ തിരികെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പങ്ക് തന്നെയായിരിക്കും ആ ഒരു സ്റ്റോറിയിൽ വിജയിക്കുക. അപ്പോൾ തിരിച്ചുവരവിൻ്റെ ആ ഒരു മൊമെൻ്റ് അങ്കിൾ ഹൗഡിക്കോ ആ ഒരു ഫാക്ഷനോ നിലനിർത്താൻ സാധിക്കില്ല. പക്ഷേ CM Punkനെതിരെ ഒരു സ്റ്റോറി വരുന്നതിൻ്റെ സൂചനയും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ CM Punkും അങ്കിൾ ഹൗഡിയും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിനെ ഉപയോഗിച്ചുകൊണ്ട് WWE എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ബ്രോക്ക് ലെസ്നറിൻ്റെ WWE കാലം കഴിഞ്ഞോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിന് യാതൊരുവിധ ക്രിയേറ്റീവ് പ്ലാനും ഇല്ല എന്നുള്ളതാണ്. അതായത് ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചോ തിരികെ കൊണ്ടുവന്നാൽ ആർക്കെതിരെ സ്റ്റോറി കൊടുക്കണം, ബ്രോക്കിൻ്റെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിനിടയിൽ യാതൊരുവിധ പ്ലാനും ഇല്ല. ബ്രോക്കിനെ തിരികെ കൊണ്ടുവരണം എന്ന് അവർക്കുണ്ടെങ്കിൽ പോലും ബ്രോക്കിനെ എങ്ങനെ കൊണ്ടുവരണം, ആർക്കെതിരെ കൊണ്ടുവരണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ബ്രോക്കിനെ സംബന്ധിച്ച് അവർ കൂടുതലൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ബ്രോക്കിനെ ഉപയോഗിച്ച് ഇനി എന്ത് എന്നുള്ള ഒരു സംശയം അവരുടെ ഉള്ളിൽ തന്നെ വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ബ്രോക്കിന് പ്രായമായി തുടങ്ങി, ബ്രോക്കിന് ഇനി WWE അങ്ങനെ തെളിയിക്കാൻ മറ്റൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ബ്രോക്കിന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള സ്റ്റോറി കൊടുത്ത് അദ്ദേഹത്തിനെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ മുമ്പിലുള്ളൂ. ബ്രോക്ക് ലെസ്നർ ആരാധകരെ സംബന്ധിച്ച് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിലും സത്യാവസ്ഥ ഇങ്ങനെയാണ്. ക്രിയേറ്റീവ് ടീമിന് ഒരു റെസ്ലറിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് യാതൊരുവിധ പ്ലാനും ഇല്ല എന്നുണ്ടെങ്കിൽ ആ റെസ്ലറിന് അവർ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ബ്രോക്കിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹോൾ ഓഫ് ഫെയിം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏക വഴി. ബ്രോക്ക് തിരികെ വന്ന് പഴയ വീര്യത്തോടു കൂടി മത്സരിക്കുമെന്നുണ്ടെങ്കിലും അദ്ദേഹം ഇനി ആരെ നേരിടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ബ്രോക്കിൻ്റെ ഒരു തിരിച്ചുവരവിനും ബ്രോക്ക് ലെസ്നർ ഏതെങ്കിലും ഒരു റെസ്ലറിനെതിരെ മത്സരിച്ച് കാണാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.